പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതോടെ ആശങ്കയിലായി തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ. പ്രത്യേക അന്വേഷണ സംഘം ഇക്കാലമത്രയും ഒരു നടപടികളും കാര്യക്ഷമമായി സ്വീകരിച്ചിട്ടില്ലെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. കേന്ദ്രീകൃത അന്വേഷണമില്ലെങ്കിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുമെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആശങ്ക. കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ടതായി വാർത്ത വന്നത്. അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് SP MJ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പ്രത്യേക സംഘം ഇനി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേസമയം കേസന്വേഷണത്തെ അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് അന്വേഷണ തലവനെ മാറ്റിയതിന് പിന്നിലെന്ന ആക്ഷേപവും ശക്തമാണ്. ഓരോ പഞ്ചായത്തിലും തന്നെ നോക്കുമ്പോൾ 1 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ പരാതി കൊടുത്തവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റും നീതിപൂർവമായ ഒരു സമീപനമല്ല അവർക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന് വന്നപ്പോഴും തട്ടിപ്പിനിരയായ എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾക്കെല്ലാം കേൾക്കുവാൻ കഴിയുന്നത്. വളരെ പ്രതീക്ഷയോടെ ഇരുന്ന പൈസ തിരിച്ചു കിട്ടും, എന്നെങ്കിലും തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വീട്ടമ്മമാർക്കെല്ലാം തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തട്ടിപ്പുകാർക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. പ്രത്യേക അന്വേഷണ സംഘം, അത് CBI പോലുള്ള അന്വേഷണ സംഘം വന്നെങ്കിൽ മാത്രമേ നീതിപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ തട്ടിപ്പിനിരയായവർക്ക് നീതി ലഭ്യമാവുകയും ചെയ്യുള്ളൂ എന്നാണ്. കേരളത്തെ ഞെട്ടിച്ച കേസിൽ നടന്നത് 500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ്. കേസിൽ 1400-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാണ്. സീഡ് സൊസൈറ്റികൾ കൂടി ഉൾപ്പെട്ട ഏറെ നൂലാമാലകളുള്ള തട്ടിപ്പായിരുന്നു നടന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.